AICC നിരീക്ഷകർ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറും. കോൺഗ്രസ് MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും അഭിപ്രായമടങ്ങുന്ന റിപ്പോർട്ടാണ് കൈമാറുക. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നതിൽ തീരുമാനമെടുക്കും. ബി ബാലഗോപാൽ ചേർന്നു വിവരങ്ങളുമായി. ബാലു, ആരാകും മുഖ്യമന്ത്രി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. ഇന്നലെ MLA-മാരുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞിരുന്നു. ഇനിയിപ്പോൾ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? ഇതിപ്പോൾ ഒരു പൊതുവികാരം മാനിച്ചുകൊണ്ടായിരിക്കുമോ തീരുമാനം, അതോ MLA-മാരുടെ കണക്ക് അത് പരിശോധിച്ചുള്ള ഒരു തീരുമാനമായിരിക്കുമോ എടുക്കുക എന്നൊരു ആകാംക്ഷയാണുള്ളത്? സന്ധ്യ, ഈ കേരളത്തിലത്തെ നിരീക്ഷകരായ അജയ് മാക്കനും അതുപോലെ മുകുൾ വാസ്നിക്കും ഇന്ന് തങ്ങളുടെ റിപ്പോർട്ട്, അതായത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ഇതിനു പുറമെ തങ്ങളെ സന്ദർശിച്ച ഈ മുതിർന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ, അതായത് MLA-മാര് അല്ലാത്ത മുതിർന്ന പല കോൺഗ്രസ് നേതാക്കളും തങ്ങളുടെ അഭിപ്രായം ഈ രണ്ട് നേതാക്കളെയും അറിയിച്ചിരുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഈ രണ്ട് നേതാക്കളും കൈമാറുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ റിപ്പോർട്ട് കൈമാറുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷമായിരിക്കും മല്ലികാർജ്ജുന ഖാർഗെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ, അതായത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പായി കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുന്നതിന് അവരെ ഡൽഹിക്ക് വിളിപ്പിക്കേണ്ടതുണ്ടോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. നേരത്തെ ഈ VD സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരെ ഡൽഹിക്ക് വിളിപ്പിക്കുമെന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നും അത് ഇന്ന് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം മല്ലികാർജ്ജുന ഖാർഗെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ AICCയുടെ മറ്റൊരു സംഘം കൂടി നിലവിലുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി. അവരുടെ റിപ്പോർട്ടും ഈ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് ഇന്ന് വൈകിട്ടോടുകൂടി ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ പൗര സമൂഹത്തിന്റെ ഉൾപ്പെടെയുള്ള വികാരം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അവർ നൽകുന്നതായിരിക്കും. തുടർന്ന് അക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷമായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്താൻ വേണ്ടി പോകുന്നത്. ഇതിൽ എന്ത് തീരുമാനം എന്നത് പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സാധ്യതയില്ല, മറിച്ച് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ ഇന്ന് തീരുമാനം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഒന്ന്, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കേണ്ടതുണ്ടോ, അങ്ങനെ വിളിപ്പിക്കുകയാണെങ്കിൽ അവരുമായി രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നമുക്കൊരു കൃത്യമായ ഒരു വ്യക്തത ഉണ്ടാകുന്നതായിരിക്കും. ശരി. വി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. AICC നിരീക്ഷകർ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് റിപ്പോർട്ട് കൈമാറും.